നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 വ്യാപനം എണ്ണവിലയെ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയായി ഉയർന്നു വരികയാണ്. മിഡിൽ ഈസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ 40 വർഷത്തിനിടെ ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡും എണ്ണവില തകർച്ചയും കാരണം അറബ് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ 12% ഇടിവ് ഉണ്ടാകുമെന്ന് IMF പ്രവചിക്കുകയും ചെയ്യുന്നു. കോവിഡ്-19 ശേഷം ആഗോള ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രത്യേക സാഹചര്യം പ്രധാന ക്രൂഡ് ഓയിൽ ഉൽപാദന രാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് കമ്പോളത്തെ രക്ഷിക്കുവാൻ എന്ത് മാർഗമാണ് അവലംബിക്കേണ്ടതെന്നാണ് ഇപ്പോൾ OPEC രാജ്യങ്ങളും മറ്റും അന്വേഷിക്കുന്നത്. എണ്ണ കൊണ്ട് സമ്പന്നമായ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിലോ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. കൊറോണ മഹാമാരി മൂലം ഗൾഫ് സമ്പദ് വ്യവസ്ഥ 3.3% ചുരുങ്ങുമെന്നും 2008-2009 സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ മോശകരമാകുമെന്നാണ് ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കുന്നത്. OPEC ഇതര രാജ്യങ്ങളുടെ കൂട്ടായ തീരുമാനത്തിനനുസരിച്ച് എണ്ണ ഉൽപാദനം വെട്ടിക്കുറച്ചതിൽ കൂടി കൈവരിച്ച സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് എണ്ണ കയറ്റുമതിയിൽ മുൻപന്തിയിലുള്ള സൗദിയുടെ കാര്യം. സൗദി അറേബ്യയും UAEയും ഖത്തറും നേരിടേണ്ടി വരിക പശ്ചിമേഷ്യയിലെ രണ്ടാമത്തെ വലിയ ശക്തിയായ ഇറാനിൽ 6% ഇടിവുണ്ടാകുമെന്നും അറിയുന്നു. അതേസമയം കുവൈറ്റ് 2012 അപേക്ഷിച്ച് 2019 നേരിയ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. മൊത്തം ആഭ്യന്തര ഉൽപാദനം $130 കോടി ആണെന്നും കുവൈറ്റ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ കിട്ടാക്കടം പെരുകുന്നത് ഗൾഫ് മേഖലയിലെ ബാങ്കുകൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. എണ്ണവില കൂപ്പുകുത്തിയതോടുകൂടി ഓഹരി വിപണിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും വലിയ തകർച്ചയാണ് നേരിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്ന പ്രധാന മേഖലയാണ് അവിടുത്തെ എണ്ണ വ്യവസായം എന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അമേരിക്കയിലെ പ്രധാന എണ്ണ ഉൽപാദനശാലകളും എണ്ണക്കിണറുകളും അടച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് കാരണം 20% ഉൽപാദനം കുറയുകയും ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ IHS മാർക്കറ്റ് ലിമിറ്റഡ് പറയുന്നത്. അതോടൊപ്പം പ്രതിദിനം 1.7 ദശലക്ഷം ബാരൽ ഉൽപാദനം സംഭരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തന്നെ പിന്തുണയ്ക്കുന്ന വ്യവസായ മേഖലയെ വലിയ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ട്രംപ് ഇടപെടുമെന്നും ആ മേഖലയിലെ വ്യവസായികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റാംബോ ബാങ്ക് അനലിസ്റ്റുകൾ പറയുന്നത് പ്രകാരം വ്യവസായികളുടെ പിന്തുണ ഉറപ്പാക്കാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കുവാനും ട്രംപ് യുദ്ധ മുറവിളിയടക്കം എന്ത് നിലപാടും സ്വീകരിച്ചേക്കാം എന്നാണ് അറിയുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി എണ്ണവില കൂട്ടാനുള്ള ശ്രമം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ തെളിവായാണ് കഴിഞ്ഞ ബുധനാഴ്ച ട്രംപ് ഇറാനെതിരെ യുദ്ധഭീഷണി മുഴക്കിയുള്ള ട്വീറ്റ് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ തന്നെ പറയുന്നത്. US കപ്പലുകളെ ഉപദ്രവിച്ചാൽ ഇറാനിയൻ ആയുധ കപ്പലുകളെ വെടിവെച്ച് നശിപ്പിക്കുക എന്നതായിരുന്നു ആ ട്വീറ്റ്. ഒരാഴ്ച മുമ്പ് 11 ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ അമേരിക്കൻ എണ്ണക്കപ്പലുകളെ വളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വരെ റിപ്പോർട്ട് ചെയ്തത്. ഇതിനുള്ള പ്രതികരണമായാണ് ട്രംപിന്റെ ഈ ട്വീറ്റ്. പേർഷ്യൻ ഗൾഫിലെ ഹർമൂസ് പാസയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇറാനും US യുദ്ധക്കപ്പലുകളും തമ്മിൽ ചെറിയ തോതിലുള്ള സംഘർഷം പതിവുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതൊരു യുദ്ധഭീഷണിയിലേക്ക് നയിക്കാറില്ല. പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തകർച്ചയുമാണ് ഇത്തരമൊരു യുദ്ധഭീഷണിക്ക് ട്രംപിനെ നയിച്ചതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.